അപ്പോൾ ആകാശമാണോ അല്ലെങ്കിൽ മനുഷ്യരുടെ രണ്ടാമത്തെ സൃഷ്ടിപ്പാണോ അള്ളാഹുവിന് പ്രയാസകരം എന്ന ചോദ്യത്തിന് എന്തായിരിക്കും മറുപടി? അപ്പോൾ അള്ളാഹുവിന് മനുഷ്യനെ വീണ്ടും രണ്ടാമത് പുനർജന്മം നൽകുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ സൃഷ്ടിപ്പിന്? അതിൻ്റെ തെളിവുകളാണ് പ്രപഞ്ചത്തിലെ ഒരുപാട് സൃഷ്ടിപ്പുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആകാശം, അതിൻ്റെ മേലാപ്പ്, രാത്രി പകൽ, ഭൂമിയെ വാസയോഗ്യമാക്കിയത്, അതിൽ നിന്നും വെള്ളം ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത്, സസ്യങ്ങൾ മുളപ്പിക്കുന്നത്, പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തിയത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ശക്തിയെയും കഴിവിനെയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ സാധ്യമായ അള്ളാഹുവിന്, നമ്മൾ കൺമുന്നിൽ കാണുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് അള്ളാഹുവിന് സാധ്യമായിട്ടുണ്ട് എങ്കിൽ പിന്നീട് സൃഷ്ടിച്ച് കഴിഞ്ഞ ഒരു മനുഷ്യനെ രണ്ടാമത് അതേ രൂപത്തിൽ സൃഷ്ടിക്കൽ അള്ളാഹുവിന് പ്രയാസകരമൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തി. അപ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി സൂറത്ത് നാസിയാത്തിന്റെ അവസാന ഭാഗമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ ജാഅതിത് ത്വാമ്മത്തുൽ കുബ്റാ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ وبجزت الجحيم لمن يرى فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها صدق الله. അപ്പോൾ സൂറത്തു നാസിയാത്തിന്റെ അവസാന ഭാഗമാണ്. അപ്പോൾ നാസിയാത്ത് എവിടെ നിന്നാണ് തുടങ്ങിയത് ഓർമ്മയുണ്ടോ? മാലാഖമാർ, മരണത്തിൻ്റെ മാലാഖമാരെ പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് നാസിയാത്ത് ആരംഭിച്ചത്. എന്നിട്ടിടയിൽ മൂസാ നബിയെയും ഫറോവയെയും കുറിച്ചുള്ള ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പം മരണം യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യമായവരായിരുന്നു എല്ലാവരും. മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാവരും മരണത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. അപ്പോൾ ആ മരണത്തിൻ്റെ മാലാഖമാർ ആത്മാവിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം അത് വെച്ചിട്ടാണ് പുനർജന്മത്തെ അള്ളാഹു സ്ഥാപിക്കാൻ ആദ്യം ശ്രമിച്ചത്. എന്നിട്ട് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയുന്നതിന് മുമ്പ് ഇതേപോലെ വന്ന പ്രവാചകനെ നിഷേധിച്ചപ്പോഴുള്ള സമൂഹത്തിൻ്റെ പര്യവസാനത്തെക്കുറിച്ചാണ് മൂസാ നബിയുടെയും ഫറോവയുടെയും ചരിത്രം പറഞ്ഞത്. അതിനുശേഷമാണ് ചില ചിന്തിക്കാനുള്ള ചില ഉദാഹരണങ്ങൾ പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അള്ളാഹു എടുത്തു കാണിച്ചത്. എന്നിട്ടിനി നേർക്കുനേരെ ആ പരലോകം, ലോകാവസാനം യാഥാർത്ഥ്യമായി എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നടത്തി അവസാനിപ്പിക്കുകയാണ് ഈ സൂറത്ത്. അതാണ് ഫഇദാ ജാഅത്തിത് ത്വാമ്മത്തുൽ കുബ്ര എന്ന് പറയുന്നത്. ത്വാമ്മത്ത് നമ്മൾ മുമ്പ് സ്വാഖ സൂറത്ത് അബസയിലെ ഫഇദാ ജാഅത്തി സ്വാഖ, അതേ ആശയം തന്നെയാണ്. എന്തായിരുന്നു സ്വാഖ? ഒരു ഘോര ശബ്ദം, ഒരു ഗർജനം എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ. ഇവിടെയും ത്വാമ്മ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഏകദേശം ഒരു വലിയൊരു വിപത്ത്, വൻ വിപത്ത് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതീവ ഗാംഭീര്യമുള്ള ഒരു വിപത്ത് വന്നെത്തിക്കഴിഞ്ഞാൽ ലോകാവസാനത്തെക്കുറിച്ചാണ്, യൗമുൽ ഖിയാമയെക്കുറിച്ചാണ് അത് പറയുന്നത്. ത്വാമ്മത്തുൽ കുബ്ര
വെറും തോമത്ത് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല, കുബ്ര കൂടി ചേർത്തിട്ട് അതിൻ്റെ ആ ഘനഗാംഭീര്യത്തെക്കുറിച്ചൊന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. കുബ്ര വലുത്, ഏറ്റവും വലുത് എന്നാണല്ലോ. അപ്പം അങ്ങനെ ഒരു അന്ത്യനാൾ, ഒരു ഘോര ശബ്ദം മൊത്തം തകർത്ത് കളയുന്ന ഒരു സന്ദർഭം വന്നെത്തിക്കഴിഞ്ഞാൽ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, മനുഷ്യൻ അന്ന് യതദക്കർ, ആ ഓർമ്മിക്കും. എന്ത്? മാ സഅ, മാ ഒരു കാര്യത്തെ ഓർക്കും, സഅ അവൻ സഈ പരിശ്രമിച്ചത്, ചെയ്തത്, പ്രവർത്തിച്ചത് എന്നുള്ള അർത്ഥത്തിനാണല്ലോ സഈ, മാ സഅ. അപ്പൊ അവൻ പ്രവർത്തിച്ചത് അവൻ അറിയും. ഏതാണ് പ്രവർത്തിച്ചത്? അപ്പോ പ്രവർത്തിച്ച എന്താണ് അറിയുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാം. നന്മയും തിന്മയും ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടുത്തെ സൂറത്തിന്റെ ഒരു പശ്ചാത്തലം വെച്ചിട്ട് തുടക്കം മുതൽ പറഞ്ഞു വരുന്ന സംഗതികൾ പരലോക നിഷേധമായതുകൊണ്ട് എന്തായിരിക്കും അവർക്ക് ബോധ്യപ്പെടുക? യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, തങ്ങൾ ചെയ്തത് എന്താണ് എന്ന് അവർ ഓർക്കുന്ന ദിനം, ഓർക്കുന്ന സമയമാണത്. അപ്പൊ എന്താണ് അവർ ചെയ്തത്, ഏതാണ് അവർ ഓർക്കുന്നത് എന്ന് ചോദിച്ചാൽ പരലോക നിഷേധം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വന്നിരുന്നു, അല്ലെ? തുടക്കത്തിൽ തന്നെ വരാനിരിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രബോധനം, പരസ്യപ്രബോധനം ആരംഭിച്ചത് പോലും. അപ്പൊ അവിടെ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സന്ദർഭത്തിലും മക്കക്കാരെ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടുന്ന വിധത്തിൽ എല്ലാ അർത്ഥത്തിലും അവരെ ഉപദേശിച്ചിരുന്നു, ഉത്ബോധിപ്പിച്ചിരുന്നു. അപ്പൊ ആ സന്ദർഭത്തിലൊക്കെ അവരുടെ പ്രതികരണങ്ങൾ ആശാവഹമായിരുന്നു, അല്ലല്ലോ? എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഞങ്ങളാൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ് എന്നുള്ള നിലയിലാണ് അവർ അത് പ്രകടിപ്പിച്ചത്. അതാണ് സൂറത്തിന്റെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ ഞങ്ങൾ ദ്രവിച്ചു പോയ എല്ലായി മാറിയതിനു ശേഷം വീണ്ടും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ എന്നവർ ചോദിച്ചത് ആ അർത്ഥത്തിലാണ്. കാരണം ഞങ്ങൾ മണ്ണായി തീർന്നു, മണ്ണിനോട് ലയിച്ചു, പിന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. ഇന്നത്തെ ഭാഷയിൽ നമ്മുടെ ലോജിക്കിന് ചേരുന്നതല്ല. നമ്മൾ എത്ര ആലോചിച്ചിട്ടും അതങ്ങോട്ട് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അവർ നടത്തി. പക്ഷേ ആ നടത്തിയതൊക്കെ യഥാർത്ഥത്തിൽ അവർക്ക് ബോധ്യപ്പെടുകയും ഓർക്കുകയും ചെയ്യുന്ന ദിനം അത് നേരിൽ കാണുമ്പോഴാണ്. അപ്പൊ നേർക്കുനേരെ കാണുകയാണ്, ലോകാവസാനം സംഭവിക്കുന്നത് അവർ നേർക്കുനേരെ കാണുമ്പോൾ ഇത് തന്നെയാണല്ലോ ഞാൻ നിഷേധിച്ചത് എന്നവർക്ക് ബോധ്യപ്പെടും, അന്നോർക്കും. അപ്പൊ അന്നേരം പെട്ടെന്ന് തൗബ ചെയ്യാൻ പറ്റില്ലേ? അത് ഓർമ്മിക്കുമ്പോ അപ്പൊ തന്നെ തൗബ ചെയ്തൂടെ? കാരണം ലോകാവസാനം ആരംഭിച്ചു കഴിഞ്ഞു, അതിൻ്റെ സമയം എത്തിക്കഴിഞ്ഞു. അപ്പൊ അത് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കപ്പെടില്ല. ഫറോവ തൗബ ചെയ്ത ആളാണല്ലോ, മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഫിറഔൻ തൗബ ചെയ്തു. എപ്പോ? മരണം ഇങ്ങനെ മുന്നിൽ കണ്ട് മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ പ്രഖ്യാപിച്ചു. ഖുർആൻ തന്നെ എടുത്ത് ഉദ്ധരിക്കുന്നതാണ്. മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫറോവ പ്രഖ്യാപിച്ചു. പക്ഷേ അത് മരണം തൊണ്ടക്കുഴിയിലെത്തിയ അവസാന നിമിഷത്തിലായതുകൊണ്ട് അതുവരെയും ചാൻസ് ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമൊക്കെ ആ കടൽ മുറിച്ച് കടന്ന് അവർ അക്കരെ എത്തുമ്പോൾ വരെയും ഫറോവയ്ക്കും സൈന്യത്തിനും അതിലേക്ക് പ്രവേശിക്കുന്നത് വരെയും സമയമുണ്ടായിരുന്നു, അതിലേക്കൊരു കാലെടുത്ത് വെക്കുന്നത് വരെയും സമയമുണ്ടായിരുന്നു. പക്ഷേ അതേ വഴിയിലൂടെ അവരും സഞ്ചരിച്ചു, കടലിൽ മുങ്ങി മരിക്കപ്പെട്ടു. അപ്പോൾ ഫറോവയുടെ തൗബ അള്ളാഹ് സ്വീകരിക്കാത്തത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ സന്ദർഭത്തിലുള്ള തൗബ അള്ളാഹ് സ്വീകരിക്കില്ല. അതേപോലെ തന്നെയാണ് ലോകാവസാനം ആരംഭിച്ചു കഴിഞ്ഞാൽ, അതാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള തൗബകൾ സ്വീകരിക്കപ്പെടില്ല എന്ന് ഹദീസിലും നമുക്ക് കാണാം. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ അവർക്ക് തൗബ ചെയ്യാൻ കഴിയില്ല. അന്നേരം ഓരോരുത്തരും ഓർക്കും, ഞാൻ പറഞ്ഞത്, പ്രവാചകന്മാരോട് ഞങ്ങൾ പറഞ്ഞത്, പ്രവാചകന്മാരോട് ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ ധിക്കരിച്ച സംഗതികൾ എന്തൊക്കെയായിരുന്നു എന്നവർ കൃത്യമായി ഓർക്കുന്ന സന്ദർഭമായിരിക്കും അത്. അപ്പം അത് പിന്നീടെന്താണ്, അവിടെ ചില സംഗതികൾ അവരെ ബോധ്യപ്പെടുത്തുകയും ദൃശ്യമാക്കുകയും ചെയ്യും എന്നാണ്. അതിലേക്ക് നരകവും സ്വർഗവും വിചാരണ കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. ഉബുരിസത്തിൽ ജഹീമു ലിമൻ യറ, ബറസ ബാരിസ് എന്ന് പറഞ്ഞാൽ വ്യക്തമാവുക, പ്രകടമാവുക എന്നാണ്
ബറസ, ബാരിസ്. ബുദ്ധിസ എന്ന് പറഞ്ഞാൽ പ്രകടമാക്കപ്പെടും, വെളിവാക്കപ്പെടും. എന്ത്? അൽ ജഹീം, നരകം വെളിവാക്കപ്പെടും. ലിമയ്യറ, കാണുന്നവർക്ക്. അപ്പൊ കാണുന്നവർക്ക് നരകത്തെ കുറിച്ച് ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ആളുകൾക്ക് അവിടെ നരകം പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെടുമെന്ന് വെച്ചാൽ നരകം അങ്ങനെ തന്നെ, നരകത്തെക്കുറിച്ച് അവർ ബോധ്യപ്പെടും, നരകത്തെക്കുറിച്ച് അവർ കാണും, നരകം ഏത് രൂപത്തിലാണ് എന്ന് അവർ മനസ്സിലാക്കും. നരകം. സ്വർഗവും അതുപോലെ തന്നെ എന്നാണ് പറയപ്പെടുന്നത്. ഫഅമ്മാമൻ ത്വഗ വആസറൽ ഹയാത്ത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. വിചാരണ നടക്കാൻ പോവുകയാണ്. ഫഅമ്മാമൻ ത്വഗ, അതിക്രമം പ്രവർത്തിച്ചവർ. അതിക്രമം ഇനി വിശദീകരിക്കേണ്ടതില്ലല്ലോ, നമ്മൾ ഒരുപാട് വട്ടം വിശദീകരിച്ചതാണ്. എല്ലാത്തിനും പരിധികളുണ്ട്. ഭൂമിയിൽ നമ്മുടെ നിയമവ്യവസ്ഥിതികൾക്ക് പരിധികൾ ഉള്ളതുപോലെ അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതികൾക്കും പരിധികളുണ്ട്. ഹുദൂദുകൾ എന്നാണ് പറയുക, അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ. അപ്പൊ ആ ഹുദൂദുകൾ പാലിക്കേണ്ടവരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മുഴുവൻ മനുഷ്യരും അള്ളാഹുവിൻ്റെ അള്ളാഹ് നിശ്ചയിച്ചിരിക്കുന്ന ആ പരിധികൾ പാലിക്കേണ്ടവരാണ്. മനുഷ്യർക്ക് പരിധി ഒന്നുണ്ടാവും, മൃഗങ്ങൾക്ക് ചിലപ്പോൾ വേറെ രൂപത്തിലായിരിക്കും അള്ളാഹ് പരിധി നിശ്ചയിച്ചിട്ടുണ്ടാവുക, മത്സ്യങ്ങൾക്ക്, പക്ഷികൾക്ക്, അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ പരിധികളാണ്. അപ്പൊ ആ പരിധികൾ പാലിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, എല്ലാ മനുഷ്യർക്കും നിർബന്ധമാണ്. എന്നാൽ ആ പരിധി ലംഘിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ത്വഗ എന്ന് പറഞ്ഞാൽ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഗ്ലാസിന്റെ ഒരു എൻഡുണ്ട്, അതിനപ്പുറത്തേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകും. അപ്പോൾ ഓരോന്നിനും അങ്ങനെ തന്നെയാണ്, ഓരോ പരിധി അനുസരിച്ച് അതിൽ വെള്ളമായാലും എന്ത് സംഗതി ആയാലും ഒഴിക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളിൻ്റെ സ്റ്റാൻഡ് അല്ലെങ്കിൽ അയാളുടെ ഒരു വ്യക്തിത്വവും പദവിയും അറിഞ്ഞിട്ടാണല്ലോ സംസാരിക്കുള്ളൂ, വർത്താനം പറയുള്ളൂ. അപ്പോൾ അത് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പരിധികൾ കൊണ്ട് നമ്മൾ നടന്നു പോകുന്ന ഇടം, കാണുന്നത് കാഴ്ചയ്ക്ക്, കേൾക്കുന്ന വർത്തമാനങ്ങൾക്ക്, സംസാരിക്കുന്ന വർത്തമാനങ്ങൾക്കൊക്കെ ഓരോ പരിധികളുണ്ട്. ആ പരിധി എത്രത്തോളം ആകാം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് സൃഷ്ടാവാണ്, അള്ളാഹുവാണ്. അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കലാണ് മനുഷ്യന്റെ ദൗത്യം. അതിനപ്പുറം പോകുന്നവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞ ഫഅമ്മാമൻ ത്വഗ എന്ന് പറഞ്ഞ. അപ്പോൾ ആരാണോ പരിധി ലംഘിച്ചത്, പരിധി വിട്ട് പ്രവർത്തിച്ചത് എന്ന് മാത്രമല്ല, വആസറൽ ഹയാത്ത ദുനിയ, അവരുടെ ഒരു പ്രധാന പോയിന്റ് അതാണ്. വആസറൽ ഹയാത്ത ദുനിയ യുസിറൂന അലാ അൻഫുസിഹിം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആസറ എന്ന് പറഞ്ഞാൽ മുൻഗണന കൊടുക്കുക എന്നാണ്. മുൻഗണന നൽകുക. എന്തിന്? അൽ ഹയാത്ത ദുനിയ, ഭൗതിക ജീവിതത്തിന് മുൻഗണന കൊടുക്കുകയും ചെയ്തവർ, ദുനിയാവിന് മുൻഗണന കൊടുത്തവർ. ഭൗതിക ജീവിതത്തിന് മുൻഗണന കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഭൗതിക ജീവിതത്തിന് മുൻഗണന കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിധികൾ മറന്നുപോകും. അള്ളാഹുവിൻ്റെ പരിധികൾ നമ്മൾ മുമ്പ് ഈ ബനു ഇസ്രായേലരുടെ സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൻ നസ്ബിറ അലാ ത്വആമിൻ വാഹിദ് എന്ന് പറഞ്ഞിട്ട് ബനു ഇസ്രായേലർ മൂസാ നബിയോട് പറയുന്നത്, ഞങ്ങൾക്കൊരൊറ്റ ഭക്ഷണം മാത്രം പോരാ, ഒരൊറ്റ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ മടുത്തു പറഞ്ഞില്ലേ മുമ്പ്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ കാരണം? ഞങ്ങൾക്ക് ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന മിൻ ബക്ലിഹ വഖിസാഇഹ വഫൂമിഹ വഅദസിഹ വബസലിഹ എന്ന് പറഞ്ഞിട്ട് പച്ചക്കറികൾ, ഓരോ വിഭവങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ വേണം. ബനു ഇസ്രായേലർ മൂസാ നബിയോട് ആവശ്യപ്പെട്ടു, അള്ളാഹുവിനോട് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ് അതിനെ വിമർശിക്കുന്നുണ്ട്. അതസ്തബിദുലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് മന്നും സൽവയും ആകാശത്തിൽ നിന്നും കിട്ടിയിരിക്കുക, നിങ്ങൾ ആ കിട്ടിയതിനേക്കാളും ക്വാളിറ്റിയിൽ താഴെയുള്ളതിനെ നിങ്ങൾ ആവശ്യപ്പെടുകയാണോ, പകരം ചോദിക്കുകയാണോ എന്ന് അള്ളാഹ് ചോദിച്ചു. പച്ചക്കറി മോശമായതുകൊണ്ടല്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് കാരണം? എന്തായിരുന്നു? അള്ളാഹുവോട് വിമർശിക്കാനുള്ള കാരണം എന്താ? ഇപ്പൊ പച്ചക്കറി കൃഷി ചെയ്യുന്നവരൊക്കെ മോശക്കാരാണെന്ന് പറയുമല്ലോ. അങ്ങനെ ഒരു ആയത്ത്, അതസ്തബിദുലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, ബനു ഇസ്രായേലിനെ അള്ളാഹ് പ്രോത്സാഹിപ്പിക്കാതിരുന്നതിന്റെ, നിരുത്സാഹപ്പെടുത്തിയതിന്റെ കാരണം ബനു ഇസ്രായേലർക്ക് അതുവരെയും അള്ളാഹ് മന്നും സൽവയും ഒരധ്വാനവും വേണ്ടിയിരുന്നില്ല. വിശക്കുമ്പോൾ
ആ വിശപ്പിന് കഴിക്കാൻ പാകത്തിനുള്ള ഭക്ഷണം അവർക്ക് ആകാശത്ത് നിന്ന് നേർക്ക് നേരെ കിട്ടി. അത് കഴിക്കുക, പ്രബോധന ദൗത്യം നിർവഹിക്കുക, ഇബാദത്തിൽ മുഴുകുക, ഇതല്ലാത്ത വേറൊരു പണിയുണ്ടായില്ല. അപ്പോഴാണ് അവർ ഈ യാത്രക്കിടയിലാണല്ലോ പലരെയും കാണുന്നു, വിഗ്രഹപൂജകരെ കണ്ടപ്പോൾ അതുപോലുള്ള ഒരു വിഗ്രഹം ഞങ്ങൾക്കും വേണമെന്ന് പറയുന്നു. പശുപൂജകരെ കണ്ടപ്പോൾ സാമിരി അങ്ങനെയുള്ള ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി പൂജിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ പോക്കിനിടയിലാണ് കർഷകരെയും കണ്ടു. അപ്പോൾ കർഷകർ കൃഷി ചെയ്യുന്നു, ഒരുപാട് വിളവുകൾ ലഭിക്കുന്നു. ആ വിളവുകൾ അവർ ഒന്നുകിൽ സംഭരിച്ചു വെക്കുന്നു, വിൽപ്പന നടത്തുന്നു, അതിൻ്റെ അങ്ങനെ സമ്പാദ്യം അവർ ഒരുക്കൂട്ടുന്നു. അപ്പോൾ ഇവിടെ പച്ചക്കറി ഞങ്ങൾക്ക് വേണം എന്ന് ബനൂ ഇസ്രായേലർ ആവശ്യപ്പെട്ടതിൻ്റെ കാരണം ഭൗതികമായ കുറേ സൗകര്യങ്ങളും നേട്ടങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി വെക്കണം എന്നതായിരുന്നു. അപ്പോൾ അള്ളാഹുവിന് അവർ കൊടുത്തുകൊണ്ടിരുന്ന ഇബാദത്ത് നൽകിക്കൊണ്ടിരുന്ന ദഅവത്ത് നടത്തിക്കൊണ്ടിരുന്ന സമയം അതിൽ നിന്ന് അപഹരിച്ചിട്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കലായിരുന്നു ബനൂ ഇസ്രായേലരുടെ നിയത്ത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിമർശിക്കുന്നത്. അപ്പോൾ ഭൗതികത പാടില്ല എന്നോ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പാടില്ല എന്നോ ഭൗതികമായ സന്നാഹങ്ങളും സൗകര്യങ്ങളും ഒരുക്കേണ്ടതില്ല എന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. അതിന് മുൻഗണന കൊടുക്കുക, ദുനിയാവിന് വേണ്ടി ജീവിക്കുക, ഭൗതിക നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് വിധേനയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും നടത്തുക. അല്ലെ, അവിടെ അക്രമം നടത്തും, ചിലപ്പോൾ കൊലപാതകം നടത്തും, മോഷണങ്ങൾ നടത്തും, പലിശ ഹലാലാക്കും. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഗതികളിൽ മനുഷ്യൻ ഇടപെടുമ്പോൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പരിധി ലംഘിക്കലാണ്. അവിടെ അള്ളാഹ് നിശ്ചയിച്ച ഒരുപാട് ഹലാലുകളുണ്ട്, ഹറാമുകളുണ്ട്. അതിനെയൊക്കെ പരിധി ലംഘിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഭൗതിക സൗകര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ കഴിയുള്ളൂ എന്നതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. വആസറൽ ഹയാത്ത ദുനിയ. അപ്പം അങ്ങനെ ഭൗതികമായ ജീവിതത്തിന് മുൻഗണന കൊടുക്കുകയും അള്ളാഹ് നിശ്ചയിച്ച പരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. അവരുടെ മഅവ എന്നത് നരകമായിരിക്കും. മഅവ എന്ന് പറഞ്ഞാൽ അവരുടെ അഭയകേന്ദ്രം. അപ്പം അവർക്ക് അവസാനം പരലോകത്തിലാണല്ലോ അഭയം കിട്ടുള്ളൂ. സാധാരണ പറയാറുണ്ട് ഈ പണ്ഡിതന്മാരൊക്കെ, ഇപ്പോൾ ഇവിടെ പ്രവർത്തനത്തിൻ്റെ മേഖലയാണ്, വിശ്രമിക്കുന്നതിന് പരലോകത്ത് ചെന്നിട്ട് വിശ്രമിക്കാം, ഇപ്പോൾ പണിയെടുക്കാം, പരലോകത്തെത്തിയിട്ട് അല്ലെങ്കിൽ ഖബറിൽ വിശ്രമിക്കാം എന്ന് പറയാറുണ്ട്. അപ്പോൾ വിശ്രമ കേന്ദ്രം, അഭയകേന്ദ്രം എന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തികൾ ദുനിയാവിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയാ? നരകത്തിലായിരിക്കും അവരുടെ അഭയകേന്ദ്രം. അപ്പോൾ ഇത് ഒരു വിഭാഗമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ടു തരം വിശ്വാസക്കാർ, പരലോകത്തെ പ്രവാചകന്മാർ പറഞ്ഞതനുസരിച്ച് ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളുകളും അതിനെ തങ്ങളുടെ ലോജിക്കുമായി താരതമ്യം ചെയ്തിട്ട് നിഷേധിച്ച ആളുകളും. അങ്ങനെ രണ്ടു വിഭാഗക്കാരിൽ രണ്ടാമത്തെ വിഭാഗക്കാർ തങ്ങളുടെ ലോജിക്ക് വെച്ച് പരലോകത്തെ നോക്കിക്കണ്ട് അതിനെ നിഷേധിച്ച ആളുകൾ ദുനിയാവിന് മുൻഗണന കൊടുക്കുകയും അള്ളാഹ് നിശ്ചയിച്ച പരിധികൾ ലംഘിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു അവർക്ക് അഭയം നൽകിയത് നരകത്തിയിലാണ്. ഇനി രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുന്നു, അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. രണ്ട് ലക്ഷണങ്ങളാണ് ഇവിടെയും പറയുന്നത്. അമ്മാ മൻ ഖാഫ, ഭയപ്പെട്ടവർ, മഖാമ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ സന്നിധാനം എന്നൊക്കെയാണ് മക്കാമ്, നിൽക്കുന്ന ഇടം എന്നാണ് മക്കാം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ സന്നിധാനത്തെ, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെട്ടവർ. അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടാന്ന് പറഞ്ഞാൽ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി. അപ്പം അള്ളാഹുവിൻ്റെ സ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാലോ മക്കാം. മക്കാം ഇബ്രാഹിം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ സന്നിധാനം, അള്ളാഹുവിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പദവിയും അള്ളാഹുവിൻ്റെ മഹത്വവും ബോധ്യപ്പെട്ടുകൊണ്ട് പടച്ചവനെ ഭയപ്പെടുക. പോലീസിനെ പോലീസിനെ പേടിക്കാണ്ടല്ലോ, ഇപ്പോഴത്തെ ആളുകൾക്ക് പേടിയുണ്ടെന്നുള്ള വേറെ വിഷയം. എന്തുകൊണ്ടായിരിക്കും? കാരണം ഒരു നിയമലംഘനം നടത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അവർ പിടികൂടും, ജയിലിലടയ്ക്കും, അതിൻ്റെതായ ശിക്ഷകൾ നൽകും എന്നുള്ള ഒരു ഭയം. അതോടൊപ്പം അവർ തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ബഹുമാനവും ആദരവും നൽകുകയും ചെയ്യും അവർക്ക്. അപ്പൊ അള്ളാഹുവിന് ഒരു മക്കാമുണ്ട്, ഒരു സ്ഥാനമുണ്ട്, ഒരു പദവിയുണ്ട്. അള്ളാഹുവിന്റെ പദവി എന്ന് പറഞ്ഞാൽ ഏതാ? പടച്ചവന്റെ പദവി, സ്രഷ്ടാവ് എന്നുള്ള പദവി. 99 അസ്മാഉൽ ഹുസ്നകളുണ്ടല്ലോ.
അള്ളാഹുവിൻ്റെ വിശിഷ്ട 99 നാമങ്ങളും അള്ളാഹുവിൻ്റെ മക്കാമുകളെ സൂചിപ്പിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ വിശിഷ്ട പദവികളാണ്. അതൊക്കെയും അള്ളാഹ് നിർവഹിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്ന, സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, അവൻ്റെ റസാഖായ അന്നം നൽകുന്ന, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഓക്സിജൻ നൽകുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകുന്ന ആ അള്ളാഹുവിൻ്റെ സ്ഥാനമുണ്ട്, പദവിയുണ്ട്. ആ പദവിയെ ഭയപ്പെട്ടവൻ, ഭയപ്പെടുന്നത് എന്തിനാ? ഭക്തിപൂർവം ഭയപ്പെടുക എന്ന് വെച്ചാൽ, ഈ നമുക്ക് അന്നം നൽകുന്ന അള്ളാഹു, നമ്മളുടെ ധിക്കാരം കാരണം അള്ളാഹു അന്നം നമുക്ക് മുടക്കിയാലോ തടഞ്ഞു വെച്ചാലോ, അള്ളാഹ് തടഞ്ഞു വെച്ചാൽ പിന്നീട് ആർക്കാണ് കഴിയുക ആ അന്നം മടക്കി നൽകാൻ? സൂറത്തുൽ ഫജ്റിൽ പറയുന്നുണ്ട് അല്ലേ? അപ്പോ എന്താ, അമ്മൽ ഇൻസാനു ഇദാ മുബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മുബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ ഫയഖൂലു റബ്ബി അഹാനൻ. ഇവിടെ അള്ളാഹു പരീക്ഷണമാണത്. ഭക്ഷണം ചിലപ്പോൾ അള്ളാഹു പിടിച്ചു വെക്കും, ചിലപ്പോൾ ഭക്ഷണം നൽകും. അപ്പോൾ അള്ളാഹ് നമുക്ക് അന്നം നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം അന്നം നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു അത് തടഞ്ഞു വെച്ചാൽ, നമുക്ക് നൽകണ്ട എന്ന് തീരുമാനിച്ചാൽ ആർക്കാണ് പിന്നെ അത് നൽകാൻ കഴിയുക? അപ്പം അള്ളാഹുവിൻ്റെ കരങ്ങളിലായതുകൊണ്ട് നമ്മൾ ഓരോ തെറ്റ് ചെയ്യാൻ മുതിരുമ്പോൾ പടച്ചവനെ ഭയപ്പെടുക എന്നാണ്. കാരണം നമ്മുടെ അന്നം അള്ളാഹ് മുടക്കും. ഓക്സിജൻ നൽകുന്ന പടച്ചവനാണ്. നമ്മളൊക്കെ എത്രയൊക്കെ കൃത്രിമ ഓക്സിജൻ കൊണ്ട് നടന്നാൽ പോലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. പ്രകൃതിയിൽ നിന്നും നമ്മൾ ഒന്നും കൊടുക്കാതെ ആവശ്യാനുസരണം ശ്വസിക്കുന്നുണ്ട്. ഇതല്ല ഒന്ന് തടഞ്ഞു വെച്ചാലോ? ഡൽഹിയിൽ വായുമലിനീകരണം കാരണം കുറെ പ്രയാസപ്പെട്ടതായിട്ട് നമ്മളൊക്കെ വായിച്ചതാണ്, കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ അള്ളാഹ് നൽകുന്നു. അള്ളാഹ് അതിൽ എന്തെങ്കിലും വിഷാംശം കലർത്തിവിട്ടാൽ പ്രകൃതിയിൽ, അല്ലെങ്കിൽ ഓക്സിജൻ ഒന്ന് തടഞ്ഞു വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. അപ്പൊ അതിനെ ഭയപ്പെടുക. അങ്ങനെ ഓരോന്നും എണ്ണിപ്പറയാൻ ഇഷ്ടം പോലും ഉണ്ട്. അപ്പൊ അള്ളാഹുവിൻ്റെ ശക്തിയും കഴിവും ബോധ്യപ്പെട്ടുകൊണ്ട് ആ റബ്ബിനെ ഭയപ്പെടുക. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ഒന്നുണ്ട്, റബ്ബിനെ ഭയപ്പെടുകയാണോ വേണ്ടത്? പടച്ചവനെ പേടിപ്പിച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കലാണോ ഇസ്ലാം ചെയ്യുന്നതെന്ന് വെച്ചാലോ, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുക. അള്ളാഹ് ശിക്ഷിക്കും എന്നിങ്ങനെ പറയാം. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ച സംഗതിയാണ്. അപ്പം അള്ളാഹിനെ പേടിക്കാണോ വേണ്ടേ? ഇല്ല, അള്ളാഹ് റഹീമാണ്, റഹ്മാനാണ്, ഗഫൂറാണ്, ഗഫാറാണ്, അങ്ങനെ ഒരുപാട് അൽ മുഈസ്, അൽ മുദില്ല് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിശേഷണങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കാരുണ്യം ആണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കാളും മികച്ചു നിൽക്കുന്നത് എന്ന ഹദീസുകളുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ശിക്ഷയെക്കാളും മികച്ചു നിൽക്കുന്നത്. അപ്പോൾ ശിക്ഷയല്ല, കാരുണ്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അങ്ങനെയുള്ള അള്ളാഹുവിന് എന്തിനു ഭയപ്പെടണം? ഇത്രയും കാരുണ്യവാനായ റബ്ബ്, ഇത്രയും നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ റബ്ബ്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതി നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹത്തിൽ, ആ കാരുണ്യത്തിൽ കുറവ് വരുമോ എന്നുള്ള ഭയം, ആ ഭയം ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പം അതിനെ ഭയപ്പെടുക എന്നാണ് ഇതൊക്കെ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം. അതോടൊപ്പം വനഹൻ നഫ്സ അനിൽ ഹവ അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. സ്വന്തം ഹവയെ ദൈവമാക്കിയവനെ താങ്കൾ കണ്ടുവോ? ഹവ എന്ന് പറഞ്ഞാൽ ഇച്ഛ, ഈഗോ എന്നുണ്ടെങ്കിലും പറയാം, ഈഗോ. അപ്പൊ സ്വന്തം ഈഗോയെ ദൈവമാക്കുക. ഈഗോ എങ്ങനെ ദൈവമാകും? സ്വന്തം ഇച്ഛ എന്നെങ്ങനെ ദൈവമാകും? എനിക്ക് ഏതോ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ഈഗോ തോന്നി. അവൻ എന്നോട് വന്ന് കുറച്ച് ദിവസമായിട്ട് മിണ്ടാതെ നിന്നാണ്, അല്ലെങ്കിൽ പിണങ്ങി നിന്നാണ്, ഇങ്ങോട്ട് വന്ന് സലാം പറഞ്ഞു. എനിക്ക് ഈഗോ തോന്നി, ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി. ഈഗോ ആണല്ലോ. കാരണം അവിടെ അള്ളാഹ് കൽപ്പിക്കുന്നത് ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ അത് കൂട്ടിയോജിപ്പിക്കുക, വളരെ എത്രയും പെട്ടെന്ന് ചേർക്കാൻ പറ്റുമോ ചേർക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഈഗോ വർക്കിയത്, അവിടെ ആരെയാണ് ദൈവമാക്കിയത്? തൻ്റെ ഈഗോയെയാണ്, ഇച്ഛയെയാണ് ദൈവമാക്കിയത്. അങ്ങനെ ഒരുപാട് ഇടങ്ങളുണ്ട്. മുമ്പ് അവള് നോമ്പിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഭക്ഷണം 3 നേരം അല്ലെങ്കിൽ 4 നേരം 5 നേരം ഒക്കെ കഴിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇഷ്ടാനുസരണം പല പല സമയങ്ങളിലായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ റമദാൻ മാസമായപ്പോൾ അള്ളാഹ് പറഞ്ഞു, എന്ത്? ഇനി മുതൽ പകൽ ഭക്ഷണം കഴിക്കേണ്ടതില്ല. അള്ളാഹിന്റെ കൽപ്പനയാണ്. അപ്പൊ അവിടെ ഒരാൾ
ബോധപൂർവം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ അവിടെ അവന്റെ ദൈവം ആരായിരുന്നു? അവൻ ആരെ അവിടെ ഇലാഹാക്കിയത്? തിന്നുക അല്ലെങ്കിൽ ഭക്ഷണത്തെയാണ്. ഭക്ഷണം എന്ന് പറയുന്ന ആ ഒരു സംഗതിയോട് അവൻ കൂടുതൽ അടുപ്പം കാണിച്ചു. പടച്ചവനെ മാറ്റി നിർത്തി ഭക്ഷണത്തിന് മുൻഗണന കൊടുത്തു. ഇച്ഛയാണ്, ഇച്ഛയ്ക്ക് മുൻഗണന കൊടുത്തു. ഒരു സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോലും താല്പര്യപ്പെടാത്ത ഒരു സമയമാണ് അത്താഴം കഴിക്കുന്ന സമയം. പൊതുവെ ആളുകൾ 3:30-4 മണി എന്നൊക്കെ പറയുന്നത് എഴുന്നേറ്റ് ആ സമയത്ത് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ ആർക്കെങ്കിലും തോന്നാം? പടച്ചവൻ പറയുന്നു ആ സമയത്ത് എഴുന്നേറ്റ് അത്താഴം കഴിക്കുക. പട്ടിണി നോമ്പ് പിടിക്കുന്നവരുണ്ടാവും, പക്ഷേ തസഹറു ഫഇന്ന ബിസ്സഹൂരി ബറക്ക എന്ന് പറഞ്ഞ അത്താഴം കഴിക്കണമെന്നാ. അതിൽ ബറക്കത്തുണ്ട്. സുന്നത്താണ്, നിർബന്ധമല്ല. പക്ഷെ അത് സുന്നത്താക്കി, അത്താഴം കഴിക്കൽ സുന്നത്താക്കി. കാരണം ഒരു ഇഷ്ടവും ഇല്ലാത്ത, എഴുന്നേക്കാൻ പോലും മടി തോന്നുന്ന ഒരു സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന്. അവിടെ നമ്മൾ ഉറക്കത്തിന് പ്രാമുഖ്യം നൽകിയാൽ അവിടെ ഉറക്കത്തെ അല്ലെങ്കിൽ ഇച്ഛയെ ഇലാഹാക്കി, ദൈവമാക്കി, അള്ളാഹിനെ മാറ്റി നിർത്തി അള്ളാഹ് അല്ല അവിടുത്തെ ഇലാഹ്, ഈ പറഞ്ഞ നമ്മുടെ ദേഹേച്ഛയെ ആക്കി മാറ്റുന്നു. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ ഇലാഹാക്കുകയും ഇച്ഛയെ തടഞ്ഞു നിർത്തുകയും ചെയ്യുക വനഹൻ നഫ്സ അനിൽ ഹവ എന്നാണ്. നഫ്സിനെ അവൻ തടഞ്ഞു അല്ലെങ്കിൽ പ്രതിരോധിച്ചു നിർത്തി. എന്തിനെ തൊട്ട്? ഹവയെ തൊട്ട്, ഇച്ഛയെ തൊട്ട്, ഈഗോയെ തൊട്ട് സ്വന്തത്തെ പ്രതിരോധിച്ചു നിർത്തി. എന്നുവെച്ചാൽ താനും ഈ പറഞ്ഞ ഇച്ഛയും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. ഇച്ഛയ്ക്കല്ല ഞാൻ പ്രാമുഖ്യം കൊടുക്കുക, ദേഹേച്ഛയ്ക്കല്ല പ്രാമുഖ്യം കൊടുക്കുക, അള്ളാഹുവിനാണ്. എന്നോട് എൻ്റെ മനസ്സ് പലതും പറയും, പല രൂപത്തിലും മനസ്സെന്നോട് സംവദിക്കും. ചിലപ്പോൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ പലതും തോന്നിപ്പിക്കും, ചീത്ത പറയാനും തെറി പറയാനൊക്കെ ചിലപ്പോൾ തോന്നിപ്പിക്കും. അപ്പൊ ആ സന്ദർഭത്തിലൊക്കെ ഞാൻ എൻ്റെ ദേഹേച്ഛ പറയുന്നതനുസരിച്ചാണോ പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ റബ്ബ് പറഞ്ഞതിനനുസരിച്ച്? അല്ലെ, ദേഷ്യം വരുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ കിടക്കുക, പോയി ഉദു എടുക്കുക, അല്ലെ 2 റക്അത്ത് പോയി നിസ്കരിക്കുക. അപ്പൊ അള്ളാഹും റസൂലും പറയുന്നതിനാണോ മുൻഗണന കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ദേഹേച്ഛയ്ക്കാണോ മുൻഗണന കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ അവിടെ ദേഹേച്ഛയ്ക്ക് മുൻഗണന കൊടുത്താൽ നേരത്തെ പറഞ്ഞ വാസറൽ ഹയാത്ത ദുനിയ എന്നതിലേക്കാണ്. അത് ഭൗതിക ജീവിതത്തിനുള്ളൊരു മുൻഗണനയായിട്ട് മാറും. ദേഹേച്ഛയെ അവിടെ പ്രതിരോധിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നതെങ്കിൽ വനഹൻ നഫ്സ അനിൽ ഹവ എന്ന് പറഞ്ഞ് ഇച്ഛയെ പ്രതിരോധിച്ച് പടച്ചവനോടൊപ്പം ചേർന്ന് നിന്നവനാണ്. അപ്പൊ ആ 2 കാര്യങ്ങളാണ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഫൈനൽ ജന്നത്ത് ഹിയൽ മഅ്വ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഇത്തരക്കാർക്ക് കിട്ടുന്നതും അവരുടെ അഭയകേന്ദ്രം സ്വർഗമായിരിക്കും, ജന്നത്ത്. നരകം അഭയകേന്ദ്രമായവരുടെ 2 ലക്ഷണങ്ങൾ ഏതൊക്കെയാ? ഒമാമൻ തൊക വാസറൽ ഹയാത്ത് ദുനിയ. അവർ അതിന് പരിധി ലംഘിച്ചാണ് നടന്നത്. ഒന്നിനും അവർക്കൊരു പരിധി ഉണ്ടായില്ല, ഒരു അതിരുണ്ടായില്ല, എന്നുവെച്ചാൽ ലക്കല്ലകാനും ഉണ്ടായില്ല. അതോടൊപ്പം ഐഹിക ജീവിതത്തിന് മുൻഗണന കൊടുത്തു. 2ാമത്തെ കൂട്ടർ സ്വർഗം അഭയകേന്ദ്രമായി അള്ളാഹു നൽകുന്ന ആളുകൾ. അവരുടെ ലക്ഷണം അള്ളാഹുവിന്റെ സന്നിധാനത്തെ ഭയന്ന് ജനിച്ച് അള്ളാഹുവിന്റെ സ്ഥാനവും പദവിയും മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയത്തോടുകൂടി ജീവിച്ച ആളുകൾ. 2ാമത്തേത് സ്വന്തം ഇച്ഛയ്ക്ക് പ്രാമുഖ്യം കൊടുക്കാതെ ഇച്ഛയെ, സ്വന്തം നഫ്സിനെ തൊട്ട് ഇച്ഛയെ തടഞ്ഞു നിർത്തി അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്ത ആളുകൾ. അവർക്ക് അള്ളാഹു സ്വർഗം നൽകും. അപ്പൊ ഇതാണ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും. അപ്പോ ഈ മക്കയിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും എന്തിനാണ് അവർ പ്രാമുഖ്യം കൊടുത്തത്? അവരുടെ നഫ്സിനാണ് അവർ പ്രാമുഖ്യം കൊടുത്തത്, ഭൗതിക ജീവിതത്തിനാണ് അവർ പ്രാമുഖ്യം കൊടുത്തത്. കാരണം ആ ഭൗതിക ജീവിതവും സ്വന്തം ദേഹേച്ഛയ്ക്കും പ്രാമുഖ്യം കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തത്, പരലോക നിഷേധം വെച്ച് പുലർത്തിയത്, പുനരുത്ഥാന നാളിനെ നിഷേധിച്ചത്. അതല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാവുന്നേ ഉണ്ടായുള്ളൂ. കാരണം ഇബ്രാഹിമി മില്ലത്ത് ഫോളോ ചെയ്യുന്ന, അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്ന അറബികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെ അന്യമൊന്നുമല്ല, എന്തോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതികളൊന്നും ആയിരുന്നു. പക്ഷെ അവർ പല ലോജിക്കുകളും മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ നിഷേധിക്കാൻ ബോധപൂർവം ശ്രമിക്കുകയായിരുന്നു എന്നാണ്. ബോധപൂർവം ശ്രമിക്കുകയായിരുന്നു. അപ്പൊ ഇത്രയുമാണ് ഈ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉദാഹരണങ്ങൾ. അതിനെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. സ്വർഗനരകങ്ങൾ ആരാണ് അതിൻ്റെ ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പ്രവേശിക്കുക എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയും ഇതുവരെയുള്ള ആയത്തുകളിലാണ് അള്ളാഹു അത് ചെയ്തിട്ടുള്ളത്. ഇനി നേർക്കുനേരെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മക്കക്കാരോടും അഭിമുഖീകരിച്ചിട്ട് പറയുന്നതാണ്, പ്രവാചകനോട് പറയുന്നത് യസ്അലൂനക അനിസ്സാ, പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കുന്നു, യസ്അലൂനക താങ്കളോട് അവർ ചോദിക്കുന്നു, അനിസ്സാഅതി ക്ലോക്കിനെ കുറിച്ച് ആണോ, സഅ സമയം, അസ്സാഅ ആ സമയം എന്നാണ്, അഥവാ ലോകാവസാനം എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കൃത്യമായ ഡേറ്റ് അല്ലേ പറഞ്ഞു കൊടുക്കുക, ഇന്ന വർഷത്തിൽ ഇന്ന മാസത്തിൽ ഇന്ന തീയതിയിൽ ഇന്ന സമയത്താണ് ഇന്ന സെക്കൻഡിലാണ് സംഭവിക്കുക എന്ന് പറഞ്ഞു നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളൊരു ചോദ്യമല്ല അവരുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോൾ അവർ വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ? വിശ്വസിക്കില്ല. അപ്പോൾ അടുത്ത പുതിയൊരു ചോദ്യവുമായിട്ട് ഒരു മുന്നോട്ട് വരെയുള്ളൂ. എന്തായാലും ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിധിയിലുള്ളതല്ല ലോകാവസാനത്തിന്റെ സമയം നിർണ്ണയിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ ഈ ലോകത്തേക്ക് വന്ന ഒരു പ്രവാചകന്റെയും പരിധിയിൽ നിൽക്കുന്നതല്ല. അവിടെ തന്നെ അള്ളാഹു തിരിച്ചു ചോദിക്കാൻ ഫീമ അയ്യാന മുർസാഹ, അതെപ്പോഴാണ് വന്നു ഭവിക്കുക എന്ന് അവർ ചോദിക്കുന്നു. അയ്യാന മുർസ, മുർസ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു വൽ ജിബാല അർസാഹ, ഉറപ്പിച്ചു നിർത്തുക എന്നാണ്. ഇവിടെ അർസ എന്ന് പറയുന്നത് കപ്പൽ നങ്കൂരമിടുന്നതിനും അർസ എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്, കപ്പൽ നങ്കൂരമിടുക. അപ്പൊ ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്നാണ്, നങ്കൂരമിടുക, സംഭവിക്കുക. ലോകാവസാനം എപ്പോൾ സംഭവിക്കുമെന്ന് അവർ താങ്കളോട് ചോദിക്കുന്നുണ്ട്. താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ഫീമ അൻത മിൻ ദിക്റാഹ, ഫീമ അൻത മിൻ ദിക്റാഹ, അത് പറയാൻ താങ്കൾക്ക് എന്ത് അധികാരമാണുള്ളത് എന്നുള്ള ചോദിക്കാം. ഇപ്പോൾ ലോകാവസാനം പടച്ചവന്റെ കൈകളിലാണുള്ളത്. 3-4 സ്ഥലങ്ങളിലായി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ലോകാവസാനത്തെ കുറിച്ച് അവർ ചോദിക്കുമ്പോൾ പ്രവാചകരെ താങ്കൾ പറയുക, കുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അല്ലെങ്കിൽ ഇൽമുഹാ ഇൻദല്ലാഹ്, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, അറിവുള്ളത് ആരുടെ കൈകളിലാണ്? അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമേ ലോകാവസാനത്തെ കുറിച്ചുള്ള ഇൽമുള്ളൂ. അത് അള്ളാഹു ആർക്കും നൽകിയിട്ടില്ല, ആർക്കും അള്ളാഹു കൊടുക്കുകയുമില്ല. അങ്ങനെ ചില സംഗതികൾ അള്ളാഹു പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കും, ചില ഗൈബിയായ സംഗതികൾ. എന്താ മനിർത്തല്ലാമിർ റസൂലിൻ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ജിന്നിലാണെന്ന് തോന്നുന്നു, പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അള്ളാഹു തൃപ്തിപ്പെട്ട പ്രവാചകന്മാരിൽ ചിലർക്ക് അള്ളാഹു ഗൈബിയായ ചില സംഗതികൾ അറിയിച്ചു കൊടുക്കും, എന്നാൽ എല്ലാം അള്ളാഹു അറിയിച്ചു കൊടുക്കില്ല. ലോകാവസാനം എന്ന് പറയുന്നത് അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത ഗൈബിൽപ്പെട്ടതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഫീമ അൻത മിൻ ദിക്റാഹ, അതിനെക്കുറിച്ച് പറയാൻ താങ്കൾക്ക് എന്താണുള്ളത് എന്നാണ് ആ ചോദ്യം. ഫീമ അൻത എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലോകാവസാനത്തിന്റെ തീയതിയോ അതിന്റെ സന്ദർഭത്തെക്കുറിച്ചോ പറഞ്ഞു കൊടുക്കാനുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടില്ല. ഇലാ റബ്ബിക മുന്തഹാഹ, അത് അവസാനം എത്തിപ്പെടുന്നത് ആരിലേക്കാ? ഇലാ റബ്ബിക്, താങ്കളുടെ റബ്ബിങ്കിലേക്കാണ് അതിൻ്റെ അവസാനമുള്ളത്. ഇന്തഹ എന്ന് വെച്ചാൽ ഒരു സംഗതി അവസാനിച്ചെത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്തഹ എന്ന് പറയാം. അവസാനിച്ചെത്തുക, അവസാനത്തിലെത്തുക, അന്ത്യമാവുക, ഇന്തഹ മുന്തഹ എന്ന് പറയാം. ഇലാ റബ്ബിക മുന്തഹാഹ, ആ സാഅത്തിന്റെ ലോകാവസാനത്തിന്റെ അന്ത്യം അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലാണ് അതിന്റെ ജ്ഞാനം, അറിവ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യേണ്ടത്? ലോകാവസാനത്തിന്റെ ദിനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കലല്ല പ്രവാചകന്മാരുടെ ദൗത്യം, മറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കേണ്ട ദൗത്യം? ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ, ഇവിടെ പറയുന്നു, മുദക്കിർ വരെ പറയുന്നുണ്ട്. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ, മുൻദിർ, നദീർ പറയുന്നുണ്ട്, മുന്നറിയിപ്പുകാരൻ, താക്കീത് നൽകുന്നവൻ. ഇന്നമാ അൻത മുൻദിർ, താങ്കൾ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ഇന്നമ എന്നതിൻ്റെ പ്രയോഗം അതാണ്, മാത്രമാണ് എന്നാണ്, വേറൊന്നല്ല. താങ്കൾ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ആർക്കുള്ള മുന്നറിയിപ്പുകാരനാ? മൻ യഖ്ശാഹ, ആ സാഅത്തിനെ, ആ ലോകാവസാനത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പുകാരൻ. അപ്പോൾ ഭയപ്പെടാത്ത ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണ്ട, ഭയപ്പെടാത്ത ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണ്ട എന്നാണോ? ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ, ഭയപ്പെടുന്നവർക്കുള്ള മുന്നറിയിപ്പുകാരൻ.
ആ ഭയപ്പെടുന്നവർക്കാണല്ലോ അത് മുന്നറിയിപ്പായിട്ട് അവർ ഏറ്റെടുക്കുള്ളൂ. ഭയപ്പെടാത്ത ആളുകൾ അതൊരു മുന്നറിയിപ്പായിട്ട് പോലും കാണില്ല എന്നതുകൊണ്ടാണ്. കാരണം അത്രത്തോളം ധിക്കാരം അവരിൽ വളർന്നു എന്നതാണല്ലോ അതിന്റെ കാരണം. അപ്പൊ ഏതൊരു സംഗതിയും ഏതൊരു കാര്യവും അത് ഏറ്റെടുക്കണമെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിൽ അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നന്മയുടെ അംശം ഉണ്ടാകണമെന്നാണ്. നന്മയുടെ അംശം അല്പമെങ്കിലും അവരുടെ മനസ്സിലുണ്ട് എങ്കിൽ, ഒരു ദൈവഭയം ഒരു ലവലേശമെങ്കിലും അവരുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ഈ സത്യത്തെ ബോധ്യപ്പെടാനും അത് മനസ്സിലാക്കാനും അതിലേക്ക് കടന്നു വരാനും അവർക്ക് കഴിയും. കാരണം പ്രപഞ്ചത്തെക്കുറിച്ച് എന്നെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ ബോധ്യപ്പെടാവുന്ന സംഗതികളേ ഉള്ളൂ. പക്ഷെ ധിക്കാരത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവഭയമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എത്രയൊക്കെ അവർക്ക് എന്താ ചെവിയിൽ വേദാന്തം ഓതി കൊടുത്താലും അത് അങ്ങോട്ടകത്തേക്ക് കയറൂല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കേണ്ട ദൗത്യം എന്നത് മുന്തിറുമൈ യഖ്ഷാഹ, ഭയപ്പെടുന്ന ആളുകൾക്ക്, ആവശ്യപ്പെട്ടു വരുന്ന ആളുകൾക്ക്, ചോദിച്ചു വരുന്ന ആളുകൾക്ക്, വിശ്വസിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുതുന്ന ആളുകൾക്കുമാകാം. ഇനി ധിക്കാരികളായ ആളുകളോടും ഉപദേശിക്കേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്കും സന്ദേശം കൈമാറണം, സന്ദേശം എത്തിച്ചു കൊടുക്കണം. അവർ ധിക്കരിക്കട്ടെ, ധിക്കരിക്കാതിരിക്കട്ടെ. നേരത്തെ ഫറോവയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇദ്ഹബ് ഫിർഔന ഇന്നഹു തഗ ഫഖുൽ, താങ്കൾ പറയണം ഹല്ലക ഇലാൻ തസക്ക, നിനക്കെന്ന് സന്മാർഗത്തിലേക്ക് വന്നുകൂടെ എന്ന് ഫറോവയോട് പോലും ചോദിക്കണം. അപ്പൊ ഫറോവ ധിക്കാരിയായി പോയില്ലേ എന്ന് കരുതിക്കൊണ്ട് പിന്മാറി നിൽക്കേണ്ടതില്ല എന്നാണ്. ധിക്കാരിയായി പടച്ചവന്റെ ശിക്ഷ അവർക്ക് വരാനിരിക്കുന്ന സന്ദർഭമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും അവരെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുക എന്നാണ്. വിളിക്കാൻ ശ്രമിക്കുക. അപ്പൊ അത് പ്രവാചകന്മാരും പ്രബോധകന്മാരും ഒക്കെ നിർവഹിച്ചിരുന്ന അല്ലെങ്കിൽ നിർവഹിക്കേണ്ട ഒരു ദൗത്യം കൂടിയാണ്. ഇന്നമാ അന്ത മുന്തിറുമൈ യഖ്ഷാഹ ലസ്ത അലൈഹിം ബിമുസൈത്തിർ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. താങ്കൾ അവരെ ബലാത്കാരം നടത്തി സത്യദീനിലേക്ക് കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തപ്പെട്ടയാളല്ല. ബലാത്കാരം ഇസ്ലാമിലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല. അപ്പോൾ മുന്നറിയിപ്പുകൾ നൽകാം, താക്കീതുകൾ നൽകാം, പ്രബോധന ദൗത്യം നിർവഹിക്കാം, ഓർമ്മപ്പെടുത്താം, ഇതൊക്കെ സന്തോഷ വാർത്ത അറിയിക്കാം. ഇതൊക്കെ ഒരു പ്രബോധകൻ ചെയ്യാം, പ്രവാചകന്മാർ നിർവഹിച്ചതുപോലെ. എന്നാൽ ആളുകളെ ഭീഷണിപ്പെടുത്തലോ അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തലോ അല്ലെങ്കിൽ അത് വഴങ്ങാത്ത ആളുകളെ കാഫറുകളാക്കലോ അവരെ സത്യനിഷേധികളെന്ന് മുദ്രകുത്തലോ ഒന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്നാണ്, യോജിച്ചതല്ല. അപ്പം അതിന് വ്യക്തമായി പരസ്യമായി നിഷേധിക്കുന്ന ആളുകളെയൊക്കെ ഓക്കെ, ഖുർആൻ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളംബരം ചെയ്യുന്നുണ്ട്. ആകെ ഒരിടത്താണ് അങ്ങനെ വിളംബരം ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുന്നുമുണ്ട്. കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹ. ആ യൗമുസ്സാഅത്തിന്റെ ലോകാവസാന ദിനത്തിന്റെ ഒരു ചെറിയ ഒരു ലക്ഷണം കൂടി അവർ ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അനുഭവിക്കുന്ന ഒരു ലക്ഷണം കൂടി പറഞ്ഞിട്ട് സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. കഅന്നഹും യൗമ യറൗനഹ, ആ സാഅത്തിനെ അവർ കാണുന്ന ദിവസം എങ്ങനെയായിരിക്കും അവർ? കഅന്നഹും എന്ന് പറയുന്നത് ഏതുപോലെ ആയിരിക്കും? ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ളുഹാഹ. ലം യൽബസു, ലബിസ താമസിക്കുക എന്നാണ്. ലബിസ സീനാണ് വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ സ എന്നത് താമസിക്കുക എന്നാണ്. ലം യൽബസു കഅന്നഹും ലം യൽബസു എന്നാണ്. അവർ താമസിച്ചിട്ടില്ലാത്തതുപോലെയാണ് അവർക്ക് അനുഭവപ്പെടുക. ആ ലോകാവസാനം അല്ലെങ്കിൽ അവർ നിഷേധിച്ചിരുന്ന ഉയർത്തെഴുന്നേൽപ്പ് നേർക്ക് നേരെ കാണുമ്പോൾ അവർ കരുതും എന്തെല്ലാം യൽബസു ഇല്ല അശിയത്തൻ ഔ ളുഹാഹ. അശിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സായാഹ്നം, ഒരു വൈകുന്നേരം, അല്ലെങ്കിൽ ളുഹാഹ ഒരു പ്രഭാതം, ഒരു പൂർവാനം. ഒരു ളുഹയുടെ ഒരു സമയം എന്ന് പറഞ്ഞാൽ 1-2 മണിക്കൂറാണല്ലോ. അപ്പോൾ ഒരു സായാഹ്നമോ അല്ലെങ്കിൽ ഒരു പൂർവാഹ്നമോ ഒരു പ്രഭാതമോ ഒരു പ്രദോഷമോ ഞങ്ങളിവിടെ ജീവിച്ചിട്ടുള്ളൂ എന്നതായിരിക്കും അവർ തോന്നുക. അത്രമാത്രമേ ജീവിച്ചതായിട്ട് അവർക്ക് അനുഭവപ്പെടുള്ളൂ. അതാണല്ലോ ഈ ദുനിയാവിലെ ഐഹിക ജീവിതത്തെക്കുറിച്ച് പറയപ്പെടുന്ന എന്താ, ആബിറു സബീൽ എന്ന് പറയുന്നത്. നീ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഒരു വഴിയാത്രക്കാരനെ പോലെ, നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി ഒരു മരച്ചുവട്ടിൽ എത്ര നേരമാണോ ഇരിക്കുന്നത് അത്ര സമയമാണ് ദുനിയാവിൽ ജീവിക്കുന്നുള്ളൂ എന്ന്. കാരണം ബാക്കിയുള്ളത് യാത്രക്കിടയിലുള്ള ബാക്കി സമയമൊക്കെ പരലോകത്താണ്, പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുക. ദുനിയാവ് എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു ജീവിക്കാനുള്ള ഒരു ഇടമല്ല, ഗേഹമല്ല. അത്
ഒരു താൽക്കാലിക ഇടമാണ്, ഒരു വിശ്രമത്തിന് വേണ്ടിയുള്ള ഒരു ഇടമാണ്. മസ്റഅത്ത് എന്ന് പറയുന്നത് ഒരു കൃഷിയിടമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരിടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നത്, ആ ഇടം അവിടെ സൗകര്യപ്പെടുത്തുന്നതിന് വേണ്ടി, അവിടെ ഒരുക്കുന്നതിന് വേണ്ടി ജീവിക്കുന്നത് മണ്ടത്തരമാണ് എന്നാണ്. കാരണം പ്രവാസികളെ കുറിച്ച് പൊതുവെ പറയാനുണ്ടല്ലോ, പ്രവാസികൾ വിദേശത്താണ്, അവർ അവിടെ നിന്ന് ഒരുപാട് അധ്വാനിക്കുന്നു, അല്ലെ, അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എവിടേക്ക്, നാട്ടിലേക്ക് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ അവർ അയച്ചു കൊടുക്കുന്നു, ഇവിടെ വീട് വയ്ക്കുന്നു, ഇവിടെ എല്ലാവരും സൗകര്യങ്ങളും. എന്നാൽ താമസിക്കാൻ പറ്റുന്നുണ്ടോ? താമസിക്കാൻ പറ്റാത്ത, ജീവിക്കാൻ പറ്റാത്ത സുഖസൗകര്യങ്ങളെ പോലെയെന്ന് അവരെ കുറിച്ച് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ പരലോകം എന്നുള്ള ഒരു ജീവിതം, ശാശ്വതമായി ജീവിക്കുന്ന ഒരിടം, അതാണ്. ദുനിയാവിൽ നമ്മൾ ഇടക്കാലത്തേക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പൊ ഇടക്കാലത്തേക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ ഈ ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ പിറകെ ഓടി നടന്നു കഴിഞ്ഞാൽ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നവരാണ്. അപ്പൊ പരലോകത്ത് വീട് പണിയാനും പരലോകത്തുള്ള സുഖസൗകര്യങ്ങൾ ഒരുക്കാനും അവിടെ സ്വർഗം കിട്ടുന്നതിനും വേണ്ടി ദുനിയാവിൽ പണിയെടുക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവുമെങ്കിലും അവിടെ സുഖകരമായിട്ട് ജീവിക്കാം. അപ്പോൾ കാരണം ദുനിയാവിലെ ഇടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെയാണ്. നമ്മൾ എത്ര വർഷം ജീവിച്ചാലും 100 വർഷമോ 120 വർഷമോ, ഇനി ആദം നബി അലൈഹി ഇസ്ലാമും നൂഹ് നബിയൊക്കെ ചോദിച്ച പോലെ 1000-ലധികം വർഷമോ ജീവിച്ചാൽ പോലും ലം യൽബസു ഇല്ലാ അശിയത്തൻ ഔ ദുഹാഹ, അത്ര മാത്രമേ തോന്നുള്ളൂ. ഒരു വൈകുന്നേരം ചായക്കടയിൽ പോയിരുന്ന് ചായ കുടിക്കാൻ എടുത്ത സമയം മാത്രമേ ഞാൻ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്നൊരു തോന്നലായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് തുറമുഖത്ത് പോയി, ബീച്ചിൽ പോയി വൈകുന്നേരം കുറച്ച് സമയം അവിടെ ചിലവഴിച്ച അത്ര സമയമേ ജീവിച്ചിട്ടുള്ളൂ എന്നൊരു അനുഭൂതിയായിരിക്കും ദുനിയാവിനെ കുറിച്ച് മനുഷ്യർക്കുണ്ടാവുക. അപ്പോൾ അതിനു വേണ്ടി സമയം കളഞ്ഞ് മണ്ടന്മാരാകണമോ, അല്ലെങ്കിൽ സ്വർഗത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി ജീവിച്ച് അള്ളാഹുവിൻ്റെ അഭയകേന്ദ്രമായ സ്വർഗം നേടിയെടുക്കുന്നവരാകണമോ എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ലക്ഷ്യം നിർണ്ണയിക്കേണ്ടത്. അങ്ങനെയാണ്. ഇത്രയുമാണ് സൂറത്തുൻ നാസിആത്തിലുള്ളത്. അരയായി. അപ്പം എന്തെങ്കിലും നാസിആത്തുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പണ്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിഷേധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ, അതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ലോജിക്ക് നോക്കിയാൽ പലതിനും ലോജിക്കും ശരിയാവില്ല. കാരണം ഒരുപാട് സംഗതികൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരലോകത്തെ ബോധ്യപ്പെടുത്തുന്ന, മരണാനന്തര ജീവിതത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ പോലും ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ക്ലോണിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാണല്ലോ. അപ്പോൾ അതൊക്കെ മുന്നിലുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ആളുകൾക്ക് വിശ്വസിക്കാൻ കൂടുതൽ സാധ്യത ഏറെയാണ്. വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ. പക്ഷെ അപ്പോഴും നേരത്തെ പറഞ്ഞ ലിമൻ യഹ്ഷ എന്ന് പറയുന്ന ഒരു തലമുണ്ട്. ദൈവഭയം അല്പമെങ്കിലും ഉള്ളിലുള്ള ആളുകൾക്ക് ഇത് ഏറ്റെടുക്കാനും ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. അതൊരു വസ്തുതയാണ്. അപ്പോൾ ആ ഭയം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. ഇനി അമ്മജുസയിലെ ഒരു സൂറത്തുകൂടെയാണ്, സൂറത്തിൻ്റെ അബവ് കൂടിയാണുള്ളൂ അമ്മജുസ അവസാനിക്കും. അപ്പൊ സൂറത്ത് നാസിയാത്തിലെ മൊത്തത്തിലുള്ളൊരു കണ്ടന്റ് എന്താ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ പുനരുത്ഥാനം, അല്ലെ, ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസം രൂപപ്പെടുത്തിയെടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ചരിത്രം പറഞ്ഞത്, അതിനു വേണ്ടിയിട്ടാണ് പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞത്, അതിനു വേണ്ടിയിട്ടാണ് ലോകാവസാന മരണാനന്തര ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് ഒന്ന് പീഡിപ്പിച്ചത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒന്ന് പീഡിപ്പിച്ചത് ഒക്കെ ഈ മരണാനന്തര ജീവിതം ഉണ്ട് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഒരു വശത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് അതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ബേസ് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഇല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ തന്നെ താളം തെറ്റും. മരണശേഷം വിചാരണ ചെയ്യപ്പെടും എന്നുള്ളൊരു ബോധ്യമില്ലാത്തവരുടെ പ്രവർത്തനത്തിന് ഒരു ചിട്ടയും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ ഒരു അതിരും പരിധിയും ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ആ പരിധി ഉണ്ടാക്കുക, ജീവിതത്തിൽ ഒരു അതിര് നിർണ്ണയിക്കുക, പരിധി ഉണ്ടാക്കുക, അതിനനുസരിച്ച്
അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, ഭൗതിക സുഖങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാതിരിക്കുക, ഇച്ഛയെ പ്രതിരോധിക്കുക. ഇതൊക്കെയാണ് ഈ സൂറത്തിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. പടച്ചോൻ കാര്യങ്ങളൊക്കെ യഥാവിധി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ശിഫ ചെയ്ത് പൂർണ്ണ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കുകയും അവരുടെ ബർസഖി ജീവിതം ആശ്വാസപ്രദമാക്കുകയും അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. سبحانك اللهم وبحمدك.